മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഡോക്ടർ ആയിഷ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ആയിഷ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതൊന്ന് ഇവിടെ കൊടുക്കാം, നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കൂ. എന്റെ പേര് ഡോക്ടർ ആയിഷ. ഞാൻ തൃശ്ശൂർ ജില്ലയില് ചാവക്കാട് താലൂക്കിലെ എടക്കഴിയൂർ പഞ്ചായത്തിനകത്താണ് താമസിക്കുന്നത്. ഞാനിപ്പോ എന്നെപ്പോ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് ഞാനിപ്പോ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. റീസൺ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മാഡാണ് ചെയ്യുന്നത്. റീസൺ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ റീസൺ പറഞ്ഞത് പ്രിവെന്റീവായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതെന്നാണ് പറഞ്ഞത്. ഞാൻ കറന്റ്ലി നിൽക്കുന്ന സ്ഥലം എന്റെ ഭർത്താവിന്റെ വീടാണ്. ഞാൻ അതിനകത്ത് എന്നെ പോലീസ് ഇപ്പൊ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നെ ഒരു സ്റ്റേഷനിലോട്ട്. നിങ്ങൾ കേട്ടില്ലേ, നമ്മുടെ കേരളത്തിലെ ഒരു മുസ്ലിം പെൺകുട്ടിയുടെ ഗതികേടാ നിങ്ങൾ ഈ കേട്ടിട്ടുള്ളത്. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോഴേക്ക് ഒരുപാട് സുഡാപ്പികളും ജിഹാദികളും രംഗത്തെത്തിയിട്ട് എന്ത്, എങ്ങനെ, എവിടെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഗതി കെട്ടിട്ട് അവരെ അറസ്റ്റ് ചെയ്തത് പോലും അവർ പോസ്റ്റ് ചെയ്യാം. എന്നിട്ട് അവർ ഇത്തരത്തിലാണ് എഴുതിയിട്ടുള്ളത് അവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ. ഇതാണ് എന്റെ സമരത്തിന്റെ തുടക്കം. ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. എന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച അന്ന് മുതൽ ഇന്ന് വരെ ആ പോലീസ് സ്റ്റേഷനിൽ നിന്നും പ്രത്യേകിച്ച് ഒരു പോലീസ് ഓഫീസറിൽ നിന്നും എനിക്ക് നീതി കിട്ടിയിട്ടില്ല എന്നതാണ് വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയത് എന്തിനാണ്? ഈ ചോദ്യത്തിനുള്ള എന്റെ മറുപടി ഇതാണ്. എത്രയോ നാളുകളായി ഞാൻ എന്റെ ഭർത്താവിനെ അന്വേഷിക്കുകയാണ്. കഴിഞ്ഞ 1.5 മാസമായി അദ്ദേഹത്തിന്റെ വീട്ടിലും അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലങ്ങളിലും അദ്ദേഹം മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥലത്തും അദ്ദേഹത്തെ പരിചയമുള്ള ആളുകളുടെ ഇടയിലും ഞാൻ അന്വേഷിച്ചു. കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിലല്ലാതെ ഞാൻ പിന്നെ എവിടേക്കാണ് പോകേണ്ടത്? ഇത് മുസ്ലിം സമൂഹം, ഞാനൊരു വിശ്വാസിയായതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് മുന്നോട്ട് വെക്കുന്നത്. ഇതൊരു മുസ്ലിം പെൺകുട്ടി നേരിടുന്ന ഒരു അതായത് ഒരു നീതികേടല്ലേ ഈ പെൺകുട്ടിയോട്, ഈ യുവതിയോട് നമ്മുടെ കേരളത്തിലെ ഈ സുഡാപ്പി ജിഹാദി അജണ്ടയുമായിട്ട് നടക്കുന്ന ആളുകള് ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? എന്നാ ലളിതമായ ഒരു ചോദ്യം. ഇവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തന്നെ അവിടെ നിൽക്കട്ടെ. ഇവർക്ക് രണ്ടുപേർക്കും താല്പര്യമില്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ എന്റെ ലളിതമായ ചോദ്യം, വിവേകമുള്ള മലയാളികളൊന്ന് ചിന്തിച്ചു നോക്കൂ. അതായത് ഇവരുമായിട്ടുള്ള വിവാഹബന്ധം വേർപ്പെടുത്താതെ മറ്റൊരു വിവാഹം കഴിച്ചത് അനീതിയല്ലേ, നീതികേടല്ലേ, നെറികേടല്ലേ? ഇത് ഇവിടുത്തെ മതപണ്ഡിത സമൂഹത്തിന് ഒറ്റക്കെട്ടായിട്ട് വിളിച്ചു പറയാൻ സാധിക്കണം. ഇവര് നടത്തുന്നത് ഒരു പോരാട്ടമാണ്. നമ്മുടെ കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. ഇവരുടെ ഒരു വിശ്വാസി കൂടിയാ. ഇവർ നയിക്കുന്നത് ഒരു പോരാട്ടമാണ്. അത് സുഡാപ്പികൾക്ക് ദഹിക്കൂല, ജിഹാദികൾക്ക് ദഹിക്കൂല. സാധാരണ മുസ്ലിം മതവിശ്വാസികളല്ലാത്ത ജിഹാദി അജണ്ടയായിട്ട് നടക്കുന്ന ഒരാൾക്കും സഹിക്കൂല. അവരിവരെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞെടുക്കുക. ഇവരെ വെറുക്കപ്പെട്ടവളാക്കാനുള്ള ഒരു മത്സരം അപ്പോ സോഷ്യൽ മീഡിയയിൽ സുഡാപ്പികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലളിതമായ ചോദ്യ, ഇവരുമായിട്ടുള്ള വിവാഹബന്ധം വേർപ്പെടുത്താതെ മറ്റൊരു വിവാഹം കഴിക്കുക, അത് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിലെ ഹിന്ദു സ്ത്രീകള്, ക്രിസ്ത്യൻ സ്ത്രീകള്, ഇവർക്കൊന്നും ഈ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. മുസ്ലിം മതവിശ്വാസികൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ. ഇതിലൊരു മാറ്റം വന്നേ പറ്റൂ. ഏക സിവിൽ കോഡ് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കും. മാറ്റം വരിക തന്നെ ചെയ്യും. അതിനെ ഇവിടെയുള്ള സകല മുസ്ലിം സ്ത്രീകളും വിവേകമുള്ള മുസ്ലിം പുരുഷന്മാരും പിന്തുണച്ചേ പറ്റൂ. ഇതിൽ നീതികേടില്ലേ? ഇവർക്ക് ഇവരുടെ ഭർത്താവിനെ തേടി നടക്കുക. ഇവർ വിവാഹബന്ധം വേർപ്പെടുത്തിയിട്ടില്ല. ഇവരുടെ ഭർത്താവിനെ തേടിയിട്ട് പിന്നെ ഭർത്താവിന്റെ വീട്ടിലേക്കല്ലാതെ പിന്നെ എങ്ങോട്ടേക്കാ പോവേണ്ടത്? ഇവർ കൃത്യമായൊരു നീതി ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഇവരെ വിവാഹബന്ധം വേർപ്പെടുത്താതെ മറ്റൊരു വിവാഹം കഴിക്കുക. ഈ ഒരു പോരാട്ടം ഡോക്ടർ ആയിഷ മുഹമ്മദ് നടത്തിയ പോരാട്ടം കൃത്യമായിട്ട് പറഞ്ഞാൽ അതൊരു വിജയത്തിലേക്ക് എത്തി എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ആർക്ക് വേണ്ടിയിട്ടുള്ള വിജയം? കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്, മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ട വിജയം അവർ കൈവരിച്ചു. ഇനി നാളെ മറ്റൊരാള് ഒരു വിവാഹം കഴിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി തന്റെ ഭാര്യ അറിയാതെ മറ്റൊരു വിവാഹം കഴിക്കാൻ ചിന്തിക്കുമ്പോഴേക്ക് ആയിഷ മുഹമ്മദ് നടത്തിയ ഈ പോരാട്ടത്തെ കുറിച്ച് ഇത്തരം നെറികെട്ടവന്മാർ ചിന്തിക്കുമെന്നുള്ളതൊരു യാഥാർത്ഥ്യ. ഇത് നമ്മുടെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്, മുസ്ലിം സ്ത്രീകൾക്ക് വലിയൊരു വിജയം തന്നെയാണ് ഈ ഡോക്ടർ ആയിഷ മുഹമ്മദിന്റെ ഈ ഒരു പോരാട്ടം എന്ന് പറയുന്നത്. ഇനി നാളെ ഏതെങ്കിലും ഭാര്യയുള്ള ഒരുത്തൻ
ഭാര്യയുമായിട്ടുള്ള വിവാഹബന്ധം ഏർപ്പെടുത്താതെ മറ്റൊരു വിവാഹത്തിന് തുനിഞ്ഞിറങ്ങുമ്പോ ഡോക്ടർ ആയിഷ ഇറങ്ങിയതുപോലെ ഇറങ്ങിയാൽ താൻ പെടുമെന്നുള്ളൊരു ചിന്ത ഒരുപാട് ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ സമരത്തിലൂടെ ഇവർ കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. നിങ്ങളൊന്ന് കേട്ടോക്കൂ. ഇത് എന്റെ മാത്രം വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് നിങ്ങൾ കാണരുത്. എനിക്ക് തോന്നുന്നത് ഈ മുസ്ലിം സമൂഹത്തിനകത്ത് രണ്ടാം വിവാഹം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു പ്രോപ്പർ ഗൈഡ് ലൈൻ, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ മേലൊന്നുമല്ല ചെയ്യുന്നത്. ഓരോ മഹലുകളും തോന്നും പോലെയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തൊക്കെ ഒരു അച്ചടക്കം വരേണ്ട സാഹചര്യം അതിക്രമിച്ചിട്ടുണ്ട്. അതിലുപരിയായിട്ട് ഇങ്ങനത്തെ ഗ്രീവൻസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലത്തെ ഇപ്പോൾ എല്ലാ കല്യാണത്തിലെയും രണ്ടാം വിവാഹം പുരുഷന് സാധ്യമാകുമ്പോൾ അതിലെ പെണ്ണിനെ കേൾക്കാൻ ഒരു ഇടയില്ലാതാവുന്നത് അതൊരു അരാജകത്വമാണ്. ഞാൻ പറയുന്ന അനീതി എന്നുള്ളതിനപ്പുറത്തേക്കാണ്. എന്തെങ്കിലുമൊക്കെ ഇതിനൊരു ഓർഡറൊക്കെ വരണം. ഒരുമിച്ച് നിന്നിരുന്ന ഒരു ബന്ധത്തിനകത്ത് രണ്ട് വ്യക്തികൾക്ക് രണ്ട് നീതി, അതെങ്ങനെയാ സാർ ശരിയാവും? അദ്ദേഹം ജീവിതമായി മുന്നോട്ട് പോയി ഞാൻ ഇനിയും വർഷങ്ങൾ കോടതിയിൽ കിടന്നിട്ട് നരകിച്ചാലാണ് എനിക്കൊരു നീതി കിട്ടുക. നമ്മുടെ വിശ്വാസികൾക്കിടയിലും അതുപോലെ നമ്മുടെ സമൂഹത്തിനിടയിലും അടിയന്തരമായിട്ടുള്ള മാറ്റങ്ങൾ ഇതിൽ വരണം. എനിക്ക് വേണ്ടിയിട്ട് മറ്റുള്ള പല പെൺകുട്ടികൾക്കും അതിലുണ്ടാകുന്ന കുട്ടികൾക്കും. നിങ്ങൾ കേട്ടില്ലേ, ഈ ഡോക്ടർ ആയിഷ നടത്തുന്നത് ഒരു പോരാട്ടം തന്നെയാ. ഇവരെ വെറുക്കപ്പെട്ടവളാക്കാൻ ഇവിടെ മത്സരം നടക്കുക. സുഡാപ്പികളും ജിഹാദികളും തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ മത്സരിച്ച് ഡോക്ടർ ആയിഷയെ വെറുക്കപ്പെട്ടവളാക്കാൻ മത്സരിക്കുകയാണ്. അതിനൊരിക്കലും കേരളത്തിന്റെ പൊതുസമൂഹം വിട്ടുകൊടുക്കരുത്. ഇവരെ ചേർത്ത് പിടിക്കണം. ഇവർ വലിയൊരു സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ. ഇവരൊരു ഡോക്ടറൊക്കെ ആയതുകൊണ്ട്, ഇവരൊരു എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ടാണ് ഇവർ ഇത്രത്തോളം തൻ്റെ ഇടത്തിൽ രംഗത്തിറങ്ങിയിട്ട് ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ ഒരുപാട് പേർക്ക് വേണ്ടിയിട്ടാണ്. നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുണ്ട്. അതായത് കറിവേപ്പില പോലെ സ്ത്രീകളെ വലിച്ചെറിഞ്ഞിട്ട് അവരുടെ വിവാഹബന്ധം പോലും വേർപ്പെടുത്താതെ മറ്റ് വിവാഹം കഴിച്ചു പോകുന്നതൊക്കെ ഒരുപാടുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ. ഇതിനൊന്നും എങ്ങോട്ടോ വണ്ടി പിടിച്ചു പോവണ്ട. നമ്മുടെ കേരളത്തില് നമ്മുടെ ചുറ്റുപാടും ഒന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ മാത്രം മതി. ഈ ആയിഷ മുഹമ്മദ് നടത്തുന്നത് വലിയൊരു പോരാട്ടമാണ്. ഇവര് വിശ്വാസിയാണ്, വിശ്വാസി സമൂഹം തന്നെയാണ് കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത്. സുഡാപ്പി തീവ്ര ചിന്താഗതിക്കാരുടെ അജണ്ട ഈ നാട്ടിനെ അടിച്ചേൽപ്പിക്കരുത്. അതൊക്കെ വലിച്ചെറിയേണ്ട കാലമൊക്കെ ഒരുപാട് അതിക്രമിച്ചു. മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ പോലും ഇത്തരത്തിലൊരു വിഷയം ഉണ്ടാകുമ്പോൾ പോവാൻ ഒരു ഇടമുണ്ട്. എന്നാൽ നമ്മുടെ കേരളത്തിലെ സുഡാപ്പികളും ജിഹാദികളും അവരുടെ അജണ്ട മാത്രം നടപ്പിലാക്കി മുസ്ലിം സ്ത്രീകളെ കറിവേപ്പില പോലെയാ കാണുന്നത്. ആവശ്യം കഴിയുക, ഒഴിവാക്കുക, വലിച്ചെറിയുക. ഇതെന്ത് അനീതിയാണ്? ഇവിടെ എത്ര ആളുകളാണ് ഇപ്പോ ഈ ആയിഷ മുഹമ്മദിന്റെ പിന്നാലെ തോന്നിയത് പറഞ്ഞിട്ട് സ്വർണ്ണക്കണക്ക്, മറ്റേ കണക്ക്, അക്കണക്ക്, ഇക്കണക്ക്. എടോ, നിങ്ങൾക്കൊന്നും ഒരു ഉളുപ്പില്ലേ? ഒരു സ്ത്രീയെ വിവാഹബന്ധം ഏർപ്പെടുത്താതെ അവരുടെ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിച്ച് മുങ്ങി നടക്കുകയാണ് എന്നല്ല ഇവർ കൃത്യമായിട്ട് വരുന്നത്. ഇവർ പല സ്ഥലത്ത് അന്വേഷിച്ചു. ഇവർ പിന്നെ അവരുടെ വീട്ടിലേക്കല്ലാതെ പിന്നെ എങ്ങോട്ടേക്കാ പോവാ? ഇത് ഓരോ ആളുകളും ചിന്തിക്കേണ്ടത്. ഇത്രത്തോളം എഡ്യൂക്കേറ്റഡ് അല്ലാത്ത, ഇത്രത്തോളം ജോലിയില്ലാത്ത ഒരുപാട് സ്ത്രീകൾ ഇത് അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒന്ന് കമന്റ് ബോക്സ് ഒക്കെ കാണണം. സ്ത്രീകൾ തന്നെ കമന്റ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിൽ അനുഭവമുണ്ട്, നിങ്ങൾക്ക് പിന്തുണ എന്ന്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കമന്റ് ഇടാൻ പോലും ഭയമുള്ള ആളുകൾ ഇവർക്ക് ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. ഈ സകല വിവേകമുള്ള മലയാളികളും ഇവരെ ചേർത്ത് പിടിക്കണം. ഇവിടെ സുഡാപ്പികളും ജിഹാദികളും ഇവരെ വെറുക്കപ്പെട്ടവളാക്കാൻ മത്സരിച്ചുകൊണ്ടിരിക്കുക. നീതിക്ക് വേണ്ടി പോരാടുന്നത് കൊണ്ട് അകല സുഡാപ്പികളും ജിഹാദികളും കൃത്യമായിട്ട് അങ്ങ് മനസ്സിലാക്കിക്കോളൂ. രാജ്യത്തേക സിവിൽ കോഡ് നടപ്പിലാക്കും. രാജ്യത്തേക സിവിൽ കോഡ് നടപ്പിലാക്കിയിട്ട് ഈ 2, 3, 4 പെണ്ണ് കിട്ടലൊക്കെ അങ്ങ് നിർത്തിക്കുമെന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.